കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമസ്കാരം 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 എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ഞാനും എന്റെ ആളിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്യാമറി ഐസ്ക്രീം ലവ് ഹാസ് മെനി ഫ്ലേവേഴ്സ് ആൻഡ് ഈസ്റ്റ് ഈക്കോ പ്രസൻസ് ഞാനും എന്റെ ആളും കോ പവേർഡ് ബൈ പൂജ രാഗിനി കോസ്മെറ്റിക് പാർട്ട്ണർ ഡാസ്ലർ എറ്റേണ വേ ടു സ്റ്റാർഡം. നമ്മൾ ശരിക്കും കേരള പിറവിയുടെ നിറവിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതിന്റെ ഒരു സെലിബ്രേഷൻ ആണ് നമ്മൾ ഇപ്പൊ ഇവിടെ കണ്ടത്. കുറെ മലയാളി മങ്കന്മാരെയും മംഗകളെയും ഞാൻ മങ്കി എന്ന് പറയും നിങ്ങൾ വിചാരിച്ചു, പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല. സുന്ദരികളെയും സുന്ദരന്മാരെയും ഒക്കെ നമ്മള് ഏകദേശം നമ്മുടെ ഒരു കേരള അറ്റേറിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണ്. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. റാംവോക്ക് നമ്മൾ നടന്നില്ല. ഇത് ശരിക്കും കണ്ടുപിടിച്ചാരാന്നറിയാമോ? നമ്മുടെ ബ്രോക്കർമാരാണ്, സ്ഥലം കാണിച്ചു കൊടുക്കുന്ന ബ്രോക്കർമാരില്ല. അവരാണ് ഇത് കണ്ടുപിടിച്ചത്. അവർ ആദ്യം ഇത് ചെയ്തിട്ടാണ് ഇത് കണ്ടിട്ടാണ് ബാക്കിയുള്ളവർ പഠിച്ചത്. റിയൽ എസ്റ്റേറ്റ് ഞാൻ കാണിച്ചു തരാം. വാ യേച്ചു, ഇത് മാഡം ഉണ്ടോ? ഞാൻ സ്ഥലം കാണിക്കാൻ കൊണ്ടുവരുമോ? സ്ഥലം കാണിക്കാൻ കൊണ്ടുപോയി ചിലരൊക്കെ ഇവിടെ 3 സെന്റിന്റെ ഉടമകളും ഏക്കർ കണക്കിന്. അപ്പൊ ഇതിപ്പോ സാധാരണ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്ഥലം നോക്കാനായിട്ട് കൊണ്ടുപോകും. മൈക്ക് എന്റെ ഇരിക്കട്ടെ, എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥലവും കാണിച്ചു തരും. വാ മാഡം, അതാ സ്ഥലം. വാ, ഈ കാണുന്ന പ്ലോട്ട് കണ്ട, ഇത് വെള്ളം കിട്ടുന്ന ഏരിയ. പിന്നെ അപ്പുറത്തോട്ട് നോക്കിയേ, ആ പ്ലോട്ട് ആണെങ്കിൽ കുറച്ച് വെള്ളം കുറവുണ്ട്, പക്ഷെ മുമ്പിൽ വേറെ നല്ല സ്ഥലമുണ്ട്. ഏക്കർ കിടക്കുമ്പോ കാണിച്ചു. ഇവിടെ ഉണ്ടല്ലോ, ഉച്ചയാകുമ്പോൾ നിന്ന് നല്ല കാറ്റ് കിട്ടും. ഈ ഏരിയയിൽ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റായിരിക്കും. അപ്പൊ എന്തായാലും സ്ഥലം നമുക്ക് നോക്കാം. പോയിട്ട് എന്റെ കൂടെ 3 ബ്രോക്കർമാരുണ്ട്, അവരിവിടെ കണ്ടിട്ട് വരാം. അപ്പൊ ഓക്കെട്ടാ. പിന്നെ വേറെ പ്ലോട്ട് ഉണ്ടായിരുന്നു, അത് ഇതിനപ്പുറത്താണ്. അപ്പുറത്തെ നമ്പർ കിട്ടി വിളിച്ചു ചോദിക്കാം. അടിപൊളി, സൂപ്പർ 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 സൂപ്പർ. ഇങ്ങനെയാണ് മിക്കവാറും കച്ചവടമാവും. അത് കച്ചവടം. ഇനി നാളെ എല്ലാ ബ്രോക്കർമാരും എന്നെ ഓടിച്ചിട്ട് തല്ലു. ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കുള്ള മത്സരത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ സീറ്റിലേക്ക് ഇരിക്കാം. ജോൺ ചേട്ടൻ, നിത്യ.
മാരേജ് എന്നല്ല ഏത് റിലേഷൻ ആണെങ്കിലും അതിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത് ആ രണ്ടുപേരും തമ്മിലുള്ള മനസ്സിലാക്കലാണ്. എത്രത്തോളം അവർ പരസ്പരം ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അവർ എത്രത്തോളം പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരാളുടെ ഇഷ്ടം തന്നെ ആയിരിക്കണം എന്നില്ല മറ്റേ ഇഷ്ടം, പക്ഷെ രണ്ടുപേരും അവരുടെ പരസ്പരമുള്ള ഇഷ്ടങ്ങളെ കുറിച്ചും അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്കൊരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ റിലേഷൻ ഏറ്റവും അധികം ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇവർക്ക് അത്തരം പരസ്പരം എത്രത്തോളം ധാരണയുണ്ട്, എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണത്തിന് മുമ്പാണെങ്കിൽ നമുക്ക് പൊരുത്തം നോക്കായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ചില ലൊട്ടിലൊടുക്ക പരിപാടികൾ, ചെറിയ കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ചെറിയ പരിപാടികളിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് ഇവര് തമ്മിലുള്ള പൊരുത്തങ്ങളും ചില പൊരുത്തക്കേടുകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ വെറുതെ ഒന്ന് ഊതി പെരുപ്പിച്ച് നമുക്കൊരു മനസ്സുഖം. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ബേസിക് പരിപാടി. ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിളിനെ നമ്മൾ എൻഡ് ഓഫ് ദി ഡേ കണ്ടുപിടിക്കാൻ പോവാണ്. റെഡി അല്ലേ ജോൺ ചേട്ടാ, നിത്യ? യെസ്. നമ്മുടെ ഈ വേദിയിലേക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ അടുത്ത സൂപ്പർ കപ്പിൾസ് ആണ്. സാജു ചേട്ടൻ ആൻഡ് രശ്മി ചേച്ചി, വെൽക്കം ടു ദി സ്റ്റേജ്. സാജയുടെ റിക്വസ്റ്റ് ഉണ്ട്, ഒരു റിക്വസ്റ്റ് ഉണ്ട്. പറഞ്ഞു. ഇന്ന് ഞാൻ ചേച്ചിനെ കരയിപ്പിക്കരുത്. നിങ്ങൾ ഇവിടെ കൊണ്ടു നിർത്തിയ എല്ലാ എപ്പിസോഡിലും നിങ്ങൾ കരയിപ്പിക്കും. ഞാൻ ചിരിപ്പിച്ചിട്ടേ പോകുള്ളൂ. സത്യമാണല്ലോ, ഉറപ്പല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ വളരെ കുറച്ച് നാള് മാത്രം പരിചയത്തിന് ശേഷം നിങ്ങൾ കല്യാണം കഴിക്കാമെന്നൊരു ഭയങ്കര മേജർ ഡിസിഷൻ എടുത്ത ആൾക്കാർ അല്ലെ? 3 മാസത്തെ പരിചയമല്ലായിരുന്നു? 3 മാസത്തിൽ എത്ര ശനി ഞായറുണ്ട് അത് മാത്രമേ കണ്ടുള്ളൂ. അത്ര നാള് കണ്ടിട്ട് അത്ര നാളിനുള്ളിൽ സംസാരിച്ച് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി നിങ്ങൾ ഒരേ വൈബാണ്, നിങ്ങൾ ഒരുമിച്ച് ഒരു ഒരേ വൈബിന്റെ അല്ല, എനിക്ക് കാര്യം മനസ്സിലായി. ഇനിയും കയ്യിൽ നിന്ന് പോകുന്നു, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുത്ത. ഇതിൽ നല്ലൊരു പെണ്ണിനെ എനിക്ക് കിട്ടാനില്ല എന്ന് തോന്നിയത് കിട്ടില്ല, അങ്ങനെ തോന്നിയത് കൊണ്ടാണ് തോന്നി, ഉറപ്പായിട്ടും തോന്നി കിട്ടില്ല എനിക്ക്. അല്ല രശ്മി ചേച്ചിക്ക് എന്താ തോന്നിയേ? ഇല്ല, ഇങ്ങനെ പറഞ്ഞാലും ചിലപ്പോ കരയും. ഇല്ല, ഒരു സത്യവും പറയാൻ പറ്റില്ല. അറിയില്ല, എന്താ ചോദിച്ചപ്പോ മറന്നുപോയി. അല്ല രശ്മി ചേച്ചിക്ക് എങ്ങനെ ഈ 3 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ ആളുടെ കൂടെ എനിക്ക് ജീവിക്കാം, എനിക്ക് ഉറപ്പായിട്ട് ഇറങ്ങി പോവാം എന്നുള്ള ധൈര്യം കിട്ടിയത് എങ്ങനെ, എന്തിലാണ് ആ ഒരു ധൈര്യം തോന്നിയത്? ഞാൻ 3 മാസം സാജുവിനെ പരിചയപ്പെടുമ്പോ അങ്ങനെ ഒരു പ്രേമോ അല്ലെങ്കിൽ സാജുവിനോട് ഇഷ്ടമാണെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. അത് ഐ ലവ് യു പരിപാടി ഒന്നും ഇല്ലായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ആ സമയത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. പിന്നെ എന്റെ ഉള്ളിൽ പണ്ട് സാജുവിനെ കണ്ട ഒരു ഇഷ്ടം ഉള്ളിൽ കിടക്കണ്ടായിരുന്നു. ഒരു ഷോക്കാർഡിന്റെ ഫോട്ടോ അമ്മച്ചിയുടെ ചേച്ചിന്റെ വീട്ടില് മതിലിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അന്ന് കണ്ടപ്പോഴേക്കും എനിക്ക് എന്തോ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അന്ന് അമ്മേന്റെ ചേച്ചിയുടെ മോളോട് പറഞ്ഞു ഇതിനെ കാണാൻ കൊള്ളാലോ നല്ല. അപ്പൊ എനിക്ക് എന്നെ കളിയാക്കരുത്, രഘുവരന്റെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. കാരണം രഘുവരൻ അന്ന് മിക്ക സിനിമയിലും നാളെ എന്തൊക്കെ പറയുന്നത് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. ഉള്ളില് ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഒരു കോട്ടൊക്കെ ഇട്ടായിരുന്നു ആ സമയത്ത് രഘുവരന്റെ ഒരു സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിയോട് പറയുകയും ചെയ്തു, ഇത് കണ്ടിട്ട് രഘുവരനെ പോലെ ഇരിക്കണല്ലോ ചേച്ചി. അപ്പൊ ചേച്ചിയോട് ഏത് രഘുവരൻ? അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ആ ദൈവത്തിന്റെ വികൃതികൾ സിനിമയൊക്കെ ഇല്ലേ അതിലൊക്കെ വന്ന് അങ്ങനെ ആ ഒരു സിനിമയുടെ പേരൊക്കെ അന്ന് ഏത് സിനിമയുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അതിനെ പോലെ ഇല്ലേന്ന് ചോദിച്ചപ്പോ ചേച്ചി നീ ഒന്ന് പോയെ, നിനക്ക് വേറെ പണിയൊന്നുമില്ല, അവനൊന്നും അറിയണ്ടട്ടോ, ഇഷ്ടമാണെന്നൊക്കെ പറയണം, അറിയണ്ടട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പിന്നെ അത് ഞാൻ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ഇങ്ങനെ സാജു എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വിളിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പൊ അവിടെ വന്നപ്പോ സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു ഈ പുള്ളിക്കാരൻ തന്നെയാണ് എന്നെ അവിടെ ഡാൻസ് പഠിപ്പിക്കാൻ വിളിച്ചിരിക്കണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിന് മുന്നേ ഞങ്ങളൊരു ഉത്സവത്തിന് കണ്ടു. ഉത്സവത്തിന് ബൈ ചാൻസിൽ സാജുവിന്റെ പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. സാജുവിടെ കുറച്ച് പിള്ളേരെ ഡാൻസ് കളിപ്പിച്ചിട്ട് മറ്റേ ഫയർ ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ വെളുപ്പിനൊക്കെ ആയിട്ടുണ്ടാവും. അന്ന് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ സാജു ഇങ്ങനെ നേരെ നടന്നു പോകണം. ഞങ്ങൾ സാജുവിൻ്റെ പുറകെ പോവാം. ഞാനും ഉണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചീനെ ഇങ്ങനെ പിടിച്ചിട്ട് പോകുമ്പോഴാണ് ഈ പുള്ളിക്കാരൻ അങ്ങ് പോയിപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഈ സാജു പോകണമെന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് ഒരു തട്ട് വെച്ച് കൊടുത്ത് സാജുവിന് മുദ്ദത്തിട്ട്. അപ്പോൾ സാജു ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും എൻ്റെ ചേച്ചിയെ കണ്ടു. വിദ്യ അന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു. തോണ്ടിയത് ഞാനാണ്, പക്ഷെ അവിടെയാണ് ചേച്ചീനെ നോക്കിയത്. അങ്ങനെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഡാൻസിന്റെ സമയത്ത് സാജുവിനെ എന്നെ അന്ന് ഞാൻ ഒരു സന്ധ്യക്ക് വൈകിട്ട് സമയത്തായിരുന്നു, സന്ധ്യയായി.
ഞാൻ വീട്ടിൽ നിന്ന് വന്നു. സാജു എന്നെ കാണാൻ വേണ്ടി വന്നപ്പോഴേക്കും സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു ആ സമയത്ത്. സാജു അയ്യോ ഇയാളാണോ എന്നെ ഇങ്ങനെ വിളിച്ചത്, ഡാൻസ് കളി? അത് കുറെ നാൾ കഴിഞ്ഞിട്ടായിരുന്നു വിളിച്ചത് എന്ന് ചോദിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് ഡിഗ്രിക്ക് RLB കോളേജിൽ അഡ്മിഷൻ കിട്ടിയായിരുന്നു. അപ്പം എൻ്റെ കൂടെ പോവാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ചേട്ടനെ പറഞ്ഞത് അവൻ്റെ കൂടെ പോവും, അവനിങ്ങനെ സ്ഥലങ്ങളൊക്കെ അറിയാം. ചേട്ടൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചേട്ടൻ്റെ കൂടെയുള്ള പോക്ക് ഒരു ഒന്നൊന്നര പോക്കായി പോകും. അവന് ഞാനായിട്ട് ഒരു ദിവസം കാണാതിരിക്കില്ല, ഞങ്ങൾ അത്ര ബന്ധമുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിലൂടെ ഇപ്പൊ ഞങ്ങൾ രണ്ടൊരു മൂത്തൊരു നോക്കൽ കുറവാ, ആ ഒരു ലെവലിലേക്കായി. പിന്നെ അതല്ല, ഞാൻ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോൾ രാവിലെ 10 മണി കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞു. പിന്നെ കുറെ നേരം ഞങ്ങൾ അവിടെ കോളേജിന്റെ അവർ കിടന്ന് കറങ്ങുക. അപ്പൊ ആ ഒരു ഒറ്റ കറക്കം മാത്രം കൊണ്ട് കറങ്ങിയേക്കണത്. പിന്നെ എന്റെ പെങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഈ പണ്ട് പ്രണയിച്ചായിരുന്നു, ഞാൻ പ്രണയിച്ചിട്ടില്ല, പണ്ടത്തെ ഞാൻ കേട്ടിട്ടുള്ള പ്രണയ കഥകളിൽ ഈ നിങ്ങളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഈ പാവപ്പെട്ട രശ്മിയെ അതിൽ വീഴ്ത്തിയതല്ലേ? നിങ്ങൾ പോസ്റ്റർ കൊണ്ട് ഒട്ടിക്കുന്നു, നിങ്ങൾ മുമ്പിൽ കൂടി ഇങ്ങനെ അറിയാത്തതുപോലെ നടക്കുന്നു. അല്ല കാരണം എന്താണെന്നറിയോ, അതെ, അതെ, ഇത്രയും അതെ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാള് പ്രണയത്തെ പറ്റി ചോദിച്ചപ്പോ തോരാണ്ടിരുന്ന് സംസാരിക്കുകയാണ്, ഉള്ളില് മുഴുവൻ പ്രണയാണ്. സത്യമായിട്ടും പ്രണയം ഉണ്ടായിരുന്നു വെച്ചാൽ അന്ന് കണ്ട ആളുടെ ഫേസ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. ഈ ആള് തന്നെ എന്നെ കല്യാണം കഴിക്കുമെന്നോ വരുമെന്നോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം വേറൊരാളുടെ കല്യാണം നിശ്ചയം വരെ തീരുമാനിച്ചിരുന്നു. ഫിക്സ് ചെയ്യുമായിരുന്നു. അതിന് മുന്നേ ആയിരുന്നു. അതിനിടയ്ക്ക് എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ വന്നിട്ട് സാജുനോട് പറഞ്ഞു, സാജു വീട്ടിൽ അറിഞ്ഞു എന്ന് തോന്നുന്നു, അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഡാൻസ് പഠിപ്പിക്കാൻ എന്നെ വിടില്ല എന്നാ തോന്നണേന്ന് പറഞ്ഞു. അപ്പം എന്നോട് വേഗം തന്നെ പറഞ്ഞു, അങ്ങനെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ രശ്മിനെ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് അനങ്ങാണ്ട് നിന്ന് പോയപ്പോ രശ്മിനെ ഞാൻ കുട്ടിക്കോളാന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ചേട്ടന്റെ ഷർട്ട് ഇട്ടുണ്ട് നടക്കുന്നത്. സ്വന്തമായിട്ട് ഷർട്ട് മേടിക്കാൻ കാശില്ലാത്ത ആളാ, തന്നെ കുട്ടിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴെനിക്കറിയില്ലല്ലോ, അന്നും 2 ഷർട്ട് ഇട്ടിട്ടുണ്ട്. അല്ല, എന്നെ ഇഷ്ടമല്ലായിരുന്നു. ചേച്ചിന്റെ വീടിന്റെ ആ ഏരിയയിലുള്ള അളിയന്റെ കൂട്ടുകാരിഷ്ടം ആർക്കും ഇഷ്ടമല്ലായിരുന്നു തന്നെ. ഞാൻ കല്യാണത്തിന്റെ അന്ന് 2ാമത് സാമ്പാർ കഴിച്ചപ്പോഴത്തേക്ക് തന്നല്ലോ ഒരു പ്രാവശ്യം. അങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്നെ തല്ലാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പൊ എന്നെ കെട്ടിപ്പിടിച്ചെന്ന് വർത്താനം പറയുള്ളൂ. അത്രയും സ്നേഹമുണ്ട്. എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ അസിസ്റ്റന്റ് ആയിരുന്ന സമയത്ത് പെണ്ണ് കാലുവയ്ക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ഒരുത്തൻ ബന്ധുക്കാരൻ പറയാ, അവന് സിനിമയിലായിട്ട് കട്ടമ്പലി ആണ്ടാ ജോലി ചെയ്യുന്നത്. അസിസ്റ്റന്റ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമോ? കട്ടമ്പലിയേ സിനിമയിലേ. എന്തെങ്കിലും കാര്യത്തിന് പുള്ളിക്കാരിയെ പോയി സമാധാനിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ വരില്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ നമ്മൾ പോയി സോപ്പിടൊക്കെ ചെയ്യില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ആര് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക അങ്ങനെ ഇതില് വേറെ ഒന്നും വേണ്ട. ഞാൻ വൈകി വന്ന ദിവസം എനിക്കറിയാം ഇപ്പൊ കേട്ടോ, നിലവില് ചീത്ത വയക്കുന്ന ഉറപ്പാണെങ്കിൽ ഉണ്ടല്ലോ, വെളുപ്പിനെ 3:30 ആണെങ്കിലും ഞാൻ ചിക്കൻ ഫ്രൈ മേടിച്ചിട്ട് വരും. ഇത്ര നേരം അവിടെ ഞാൻ ഒറ്റ കൂടെ കിടക്കണമെന്ന് അറിയില്ലേ? ചിക്കൻ ഇതാ ചിക്കൻ ഫ്രൈ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു വഴക്കില്ല. ചേച്ചി ഫ്രൈ എങ്ങനെ ലെഗ് പീസ് ആണോ? അങ്ങനെയൊന്നുമില്ല, കൂടുതലും നമ്മളിപ്പോ എന്തിനെ കുറിച്ച് ആക്ച്വലി സംസാരിക്കുന്നത്? വിഷയം മാറിപ്പോയി. നമ്മളെല്ലാവരുടെ റൊമാൻസും കണ്ടു. അപ്പൊ എനിക്ക് ഇവരുടെ ആ ഒരു കിസ്സിങ് സീനൊക്കെ കണ്ടാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അവരുടെ ആ ഒരു സ്നേഹം കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്. പോസിറ്റീവ്. ഓക്കെ, അപ്പൊ അവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗെയിം ഒക്കെ കൊടുത്തിട്ട് ഒരു അപ്പൊ നമുക്ക് ഒരു കുഞ്ഞൊരു ഗെയിമാണ് കേട്ടോ. കിസ് ആൻഡ് സ്ലാപ്പ് എന്നാണ് ഇതിന്റെ പേര്. ഉമ്മ കൊടുക്കാം അല്ലെങ്കിൽ ഒരു അടി കൊടുക്കാം. ഞാൻ ചോദിക്കട്ടെ ക്വസ്റ്റ്യൻ? ചോദിച്ചോളൂ. 2 ചോദ്യമേ 2 ചോദ്യം. 2 കിസ്. ചോദിച്ചോളൂ. ലക്ഷ്മിക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് ഏത് ഡ്രസ്സ് ഇടുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അവർ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. അശ്വതി ഒന്ന് കേക്കോ? കുടുംബയോഗോ? ആ സംഭവം പാളിപ്പോയി. എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, സാജിയുടെ പറഞ്ഞോ. ചുരിദാർ. അത് തന്നെ പറഞ്ഞേ. ആണോ? എന്നാ കൊടുത്തോളൂ. എന്നാ ഒരു ഉമ്മ കൊടുത്തോ. ഇവിടുന്ന് അങ്ങടല്ലേ കൊടുക്കണ്ടേ? ആണോ? അതും കൊടുക്കാം. കൊടുത്തു. പിന്നെന്താ സാജു? ജോണി ചേട്ടാ, അടുത്ത ക്വസ്റ്റ്യൻ ജോണി ചേട്ടനാ. സാജു ഒരുപാട് നന്നായി പാടുന്ന ആളാണ്, നല്ല ടൈമിംഗ് ഉള്ള ആളാണ്. സാജുവിന് ഇഷ്ടപ്പെട്ട, അതായത് നിങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ള ഒരു പാട്ട് ഏതാണ്? രശ്മി ചേച്ചിയോടാണ് ചോദ്യം. സാജി ചേട്ടൻ അതിന്റെ ആൻസർ പറയണം.
ശരി. ഇവര് ഒരുമിച്ചിരിക്കുന്ന സമയങ്ങളിൽ കവിതകളാണ് കൂടുതൽ ചൊല്ലാറുള്ളത്. പക്ഷെ പാട്ടുമുണ്ട്. ഇഷ്ടപ്പെട്ട ഒരുമിച്ചിരിക്കുമ്പോ പാടിക്കൊടുക്കാറുള്ള പാട്ടുണ്ട്. അപ്പൊ സാവിച്ചേട്ടൻ ഒരു പാട്ട് എന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. രശ്മി ചേച്ചി പറയൂ. ഒരുപാട് പാട്ടുകൾ പാടി തരാറുണ്ട്, കവിതകളൊക്കെ ചൊല്ലി തരാറുണ്ട് ഞാൻ പറയുമ്പോഴൊക്കെ. എന്നാലും എനിക്ക് തോന്നണു പട്ടം പോലെ സിനിമയിലൊരു പാട്ട് മിക്കപ്പോഴും വെക്കുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ആൻസർ അതല്ല, ഞാനത് പറയാൻ പോയിട്ടാണ് ഞാൻ ഇതിലേക്ക് പോയത്. ആണോ? രണ്ടാമതപ്പോ ഒരു ചോയ്സും കൂടെ ഉണ്ടെങ്കിൽ എന്ത് പറയും? ദാസേട്ടന്റെ ഒരു ആൽബം സോങ് ആണ്. കംപ്ലീറ്റ് പോയി ഇത് കഴിഞ്ഞു പോയി. ആ പാട്ട് ഒന്ന് പാടാവോ? രണ്ടുപേരെ. ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവാ. ഇത് റോങ്, ഞാൻ സമ്മതിക്കില്ല. കാരണം ഇത് എന്നെ കാണുന്ന മുന്നേ പാടിയ പാട്ടാ. ആരാണ് ഈ ധന്യ അല്ലെങ്കിൽ ആരാണ് ഈ മൃദുല? അല്ല അതറിയാം, മൃദുല കോളേജിൽ എന്റെ പഠിച്ചൊരു ആര്? മൃദുലയോ? മൃദുല. അപ്പൊ ഫ്രണ്ടില് ആ കുട്ടി പ്രോഗ്രാം കാണാതിരിക്കുമ്പോ കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ ചെല്ലെന്ന് പറയും. അങ്ങനെ ചെന്നിട്ട് ആ കുട്ടീനെ പറഞ്ഞ് പാടിയ പാട്ട്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് പാട്ട് വേറെയാ. അപ്പൊ ഒരു ചെറിയ അടിക്കുള്ള സ്കോപ്പ് ഉണ്ട്. പാട്ടൊക്കെ കംപ്ലീറ്റ് തെറ്റിച്ചിട്ട് നിൽക്കുക. ചേച്ചി ഒരു അടി കൊടുത്തോ? അല്ലെ ആർക്ക് അടി കൊടുക്കുക? ആരാർക്കായാലും എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആയി. ഇനി ചേട്ടൻ ഇതുപോലെ എപ്പോഴെങ്കിലും എന്തെങ്കിലും സർപ്രൈസുകളൊക്കെ തരാം? നമ്മൾ ഈ വിജയിനെ കണ്ടേ പിന്നെയാണ് ഈ സർപ്രൈസ് കൊണ്ട് ഒരു രക്ഷയും. എന്തെങ്കിലും സർപ്രൈസ് തന്നിട്ടുണ്ടോ? സർപ്രൈസ് തന്നിട്ടുണ്ട്. ആണോ? പിറന്നാളിന്റെ സർപ്രൈസ് തന്നിട്ടുണ്ട്. എന്ത് സർപ്രൈസ് തന്നിട്ടുള്ള? പിറന്നാളിന്റെ സമയത്ത് ഞാൻ വൈകിട്ട് എന്നെ ചോദിക്കോ എനിക്ക് എന്താ ഗിഫ്റ്റ് തരണേ? ഗിഫ്റ്റ് ആണല്ലോ മെയിൻ. അന്ന് രാത്രി 12 മണിക്ക് ഞാൻ എപ്പോഴും അങ്ങോട്ട് സർപ്രൈസ് കൊടുക്കാറുള്ളതാ. അപ്പൊ ഞാൻ ഇങ്ങോട്ടും പ്രതീക്ഷിക്കുമല്ലോ. അപ്പൊ എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ രാത്രിയാവുമ്പോ ചോദിക്കും. എന്നിട്ട് രാത്രി ആയപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം, എനിക്ക് നാളെ അമ്പലത്തിൽ പോകണം, എൻ്റെ കൂടെ അമ്പലത്തിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ് അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല, എനിക്ക് നാളെ രാവിലെ ഷൂട്ടുണ്ട്, അപ്പൊ ഗിഫ്റ്റ് മേടിക്കണം. അപ്പൊ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, പൈസ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 10 രൂപ കൊടുത്തൊരു മിഠായി മേടിക്കാൻ പോലും ചേട്ടന് പൈസ ഇല്ലേന്ന് ചോദിച്ചു. എന്നിട്ട് നല്ല വഴക്കിട്ടിട്ട് ഞാനും പോയി കിടന്ന് ഉറങ്ങി. ഞാൻ സത്യത്തിൽ ഞങ്ങൾ കിടക്കണ മുറിയിൽ തന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ രാവിലെ എന്തോ ഡ്രസ്സെല്ലാം എടുത്ത് എല്ലാം വെച്ചിട്ട് ആ ഡോറ് തള്ളി ദേഷ്യത്തിന് അങ്ങോട്ട് തള്ളി തുറക്കാൻ പറ്റണില്ല അങ്ങോട്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ മൊത്തം ബലൂണൊക്കെ ഇങ്ങനെ ഇട്ട് നല്ല ഭംഗിയില് അങ്ങനെ ഒരു സർപ്രൈസ് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ആരെങ്കിലും ഒക്കെ ചില എന്താണ് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നൊക്കെ കാണുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക നമ്മളും ഇതുപോലെ ഒന്ന് എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നാറില്ലേ? സാവിച്ചേട്ടന് ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഇത്രയും പേരുടെ ഒരു ലവ് ലൈഫ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് ഞെട്ടിക്കണം, സർപ്രൈസ് ചെയ്യണം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ല അങ്ങനെയല്ല, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഹെച്ചുവിനൊക്കെ അറിയാവുന്ന ഒരു ആഗ്രഹം. അപ്പൊ ഇത് സർപ്രൈസോ ഒന്നും അങ്ങനെ കൂട്ടാമെങ്കിൽ കൂട്ടാം. പക്ഷെ ഇത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. കാരണം ഞാൻ എപ്പോഴും പറയില്ല, എന്നെ ചങ്കത്ത് വെച്ചിട്ട് നടക്കണം, ഞാനും അതുപോലെ ചങ്കത്ത് വെച്ചിട്ട് നടക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സർപ്രൈസ് ആകുന്നല്ല, എന്റെ ഒരു ആഗ്രഹം ചെയ്തിട്ടുണ്ട്. എന്താ ആഗ്രഹം? ഇങ്ങ് നോക്കിയേ, സ്ട്രൈറ്റ് നോക്കിയേക്കൂ, അടുത്ത് നിൽക്കുന്നോട് ഈ ബട്ടൺ അഴിച്ചേ. ദൈവമേ, തകർത്തേടാ. ഇതെന്നാ ഞാൻ പറഞ്ഞെന്ന് ഓർക്കണ്ട? പറഞ്ഞു ഓർക്കുന്നുണ്ട്. പക്ഷെ ചേട്ടി ഒരു എന്താ പറയാ കുത്തി വെക്കണ പോലും പേടിയാ. അത് ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ അവിടെ സിറിഞ്ച് ഇറക്കുമ്പോൾ ഞാനിവിടെ തയ്യാറാവുക. അതൊക്കെയായിരുന്നു. പക്ഷെ നല്ല പെയിനുണ്ടായിരുന്നു. 3 മണിക്കൂർ അയാൾ കണ്ട ഉഴണ പോലെയായിരുന്നു എന്റെ മേത്ത് കിടന്ന്. അല്ല, ഈ വേദനയിലുപരിയേ ഇന്നലെ മുഴുവനും എന്നോട് വഴക്കിട്ട്
ആ 3 മണിക്കൂർ ഞാൻ മാറിയിരുന്നില്ലേ പോണ വഴിയൊക്കെ ചിരി ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പോയത്. വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ കറണ്ട് പോയിട്ട് ആ ചൂടത്ത് ഫുൾ സ്ലീവ് ടീഷർട്ട് ഇട്ടിട്ട് നേരം വെളുക്കും വരെ കിടന്ന് പുകഞ്ഞു ഞാൻ. എന്നിട്ട് ഇത് ഊരിയില്ല. രാവിലെ ആയപ്പോൾ ഞാൻ പറഞ്ഞു പെണ്ണൊരു കാര്യം അപ്പുറത്തെ ബാത്റൂമിൽ കുളിക്കും, ഞാൻ ഇപ്പുറത്ത് കുളിക്കാം, പെട്ടെന്ന് തന്നെ പോകാലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അവർ പറഞ്ഞാൽ മേത്ത് വെള്ളം ഒഴിക്കരുതെന്നാ. ഞാൻ അവിടെ കയറിയിട്ട് കപ്പിന് വെള്ളം കോരി ഒഴിച്ചു ബാത്റൂമിൽ, തൊട്ടടുത്ത ബാത്റൂം. ചേട്ടാ കുളി കഴിഞ്ഞാ ഞാൻ തകർത്തോണ്ടിരിക്കണെന്ന് പറഞ്ഞു. കുളിക്കാൻ പാടില്ല. എന്നോട് എപ്പോഴും പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറയും വേണ്ട വേണ്ട ചേട്ടി, ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഒരു ഇഞ്ചക്ഷൻ സൂചി ഇങ്ങനെ എടുക്കുമ്പോ തന്നെ ഭയങ്കര പേടിയാ. എനിക്ക് ഒരുപാട് ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറയും ഒന്ന് എനിക്ക് ഇപ്പം കാലുമ്മലൊക്കെ ആണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണം, ഞാനൊന്ന് പിടിച്ചു തരുമെന്ന് ഇരിക്കുമ്പോഴത്തേനും ചെയ്യില്ല, പറ്റില്ല എന്ന് പറയാം. ഞാൻ തനിയെ ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു, കയ്യിലും പറയണ ഇത് ചെയ്യുമായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. എനിക്ക് ഒട്ടും എന്നെ പറ്റിക്കുവാണോ? അല്ല, സീരിയസ്ലി അല്ല, ഞാൻ കണ്ടുകൊണ്ട് നിന്നാണ്. ഞങ്ങളൊരു നാടകം കളിച്ച് ഇന്നലെ ഇദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റുകയും അവിടെ ഇരുന്നുകൊണ്ട് വേദന സഹിച്ച് പച്ചകുത്തുകയും ഞാൻ സാക്ഷിയാണ്. നിങ്ങളെ അതിനാണ് സവിതയുടെ കൂടെ പറഞ്ഞ് റൂമിലേക്ക് വിട്ടത്, നിങ്ങൾ അറിയാതിരിക്കാൻ. ആ വേദന സത്യം ഇന്നലെ കൊറേ തെറ്റിദ്ധരിച്ചു കേട്ടോ. സത്യമായിട്ടും ഞാൻ കരയില്ല, കരഞ്ഞ മോശമായി പോവും. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കരഞ്ഞോളാം. മനഃപൂർവ്വമായിരിക്കും ചിലപ്പോൾ എനിക്ക് ചിക്കൻ ഫ്രൈ മേടിക്കാതിരുന്നത്. ചിക്കൻ ഫ്രൈ മേടിച്ചായിരുന്നെങ്കിൽ അതൊക്കെ കഴിച്ച് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചേട്ടാ ഈ ഡ്രസ്സൊക്കെ എടുത്ത് മാറാനൊക്കെ കൊടുത്തേനെ. ഇത് ചിക്കൻ ഫ്രൈ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോയി മാറി കിടക്കണം അത്ര ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ സെറ്റാക്കി. അല്ല ഞാനേ ഈ സൈഡില് എച്ചുവിന്റെയും ഈ സൈഡിൽ എന്റെ അമ്മയുടെയും പടമാണ് മനസ്സിലാഗ്രഹിച്ചു. ഇനിയിപ്പോ അമ്മയുടെ പടം കൂടി ചെയ്യണം. അത് വെച്ചിട്ട് എന്നെ സിനിമ വിളിച്ചില്ലല്ലോ കുഴപ്പമില്ല, എനിക്ക് ഇവര് മതി. രേഷ്മി ചേച്ചി കരയാതെ പിടിച്ചു നിന്നു, എനിക്ക് സന്തോഷം വരുന്നു. ഇല്ല എല്ലാം ആയിഷാണ് ഇന്ന് കരയാതെ ഈ സ്റ്റേജിൽ നിന്ന് അവിടെ പോയിരിക്കട്ടെ. അപ്പം ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് വീണ്ടും ഇവിടെ ക്രിയേറ്റ് ചെയ്തതിന് സാധിച്ചേട്ടാ താങ്ക് യു സോ മച്ച്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം സാധിച്ച് ഒരുപാട് കാലം ഹൃദയത്തിലും മുന്നേ ആളുകളുടെ എല്ലാം മനസ്സിൽ സാജുണ്ട്, എല്ലാവരുടെയും മനസ്സിൽ രശ്മി ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിന് കണ്ണു കിട്ടാതിരിക്കട്ടെ. നമ്മുടെ വേദിയിലേക്ക് അടുത്തതായിട്ട് കുറെ കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ജോബ് ചേട്ടനും സൂസൻ ചേച്ചി. ഇവരുടെ കോമ്പാറ്റബിലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ പൊരുത്തത്തിനെ കുറിച്ചൊക്കെ നമുക്ക് ഇവരോട് ചോദിക്കുന്നതിന് മുമ്പ് ഇവരെ വളരെ അടുത്ത് അറിയാവുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ആ ആളോട് ചോദിച്ചിട്ട് വേണം, ഇവരോട് പറഞ്ഞിട്ടില്ല നമ്മൾ ആരാണെന്നുള്ളത്, പക്ഷെ ആ ആളിങ്ങോട്ടേക്ക് വന്നിട്ട് വേണം നമുക്ക് ഇവരെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ ചോദിച്ചറിയാൻ. ഞാൻ വിളിക്കട്ടെ, ഒരു അതിഥി ഉണ്ട് നിങ്ങളെ കാണാൻ. കൈ അടിച്ചാ വരും. ഇപ്പൊ എല്ലാരും ചേർത്തൊന്ന് കൈ അടിക്കും. ഞങ്ങളുടെ കൊച്ചുമീനാണ് കേട്ടാ, ഞങ്ങളുടെ വീട്ടിലെ അയൽവാസി. പക്ഷെ കൊച്ചങ്ങ് വലുതായി പോയി. കൊച്ചുമീനെന്ന് ഞാൻ എന്റെ പേര് വരാനൊരു കാരണം, ജോബിയുടെ 2 സിസ്റ്റേഴ്സ്, ഒരാൾ ബീനയും ഒരാൾ ബിന്ദുവാണ്. ബീന എന്നെ കാട്ടി ഒരു 2 വയസ്സോളം മൂത്ത ആളാണ്. അപ്പം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിൽ കളിച്ച് വളർന്നത് കൊണ്ട് അവര് തിരിച്ചറിയാൻ വേണ്ടി വലിയ ബീന കൊച്ചു ബീന എന്ന് അന്നേ ഒരു സ്ഥാനപ്പേര് വന്നു. ജോബിയുടെ സിസ്റ്റർ വലിയ ബീന, ഞാൻ കൊച്ചു ബീന. അപ്പോൾ ഇപ്പോഴും ജോബിയുടെ വീടുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും എന്നെ കൊച്ചു ബീന എന്ന്, മറ്റേ ബീന വലിയ ബീന എന്ന് പറഞ്ഞു. ആക്ച്വലി ആ ബീന ഇപ്പം എൻ്റെ കാൽഭാഗമേ ഉള്ളൂ. ഇപ്പോഴും അറിയപ്പെടുന്നത് ഞാൻ കൊച്ചു ബീന എന്നും അയാൾ വലിയ ബീന അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പൊ ഇവരുടെ ജീവിതം വളരെ അടുത്ത് പണ്ട് തൊട്ട് അറിയുന്ന ആളാണല്ലോ. അപ്പൊ എന്താണ് ഇവര് ഒരു കപ്പിൾ എന്നുള്ള നിലയിൽ ഇവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ജോബി ഞാൻ ജനിച്ച കാലം വരെ അറിയുന്ന ആളാണ്. ഞങ്ങൾ അടുത്തടുത്ത വീടാണ്. എനിക്ക് അവരുടെ ജീവിതം വളരെ ഇത്രയും വർഷം അടുത്ത് കണ്ട് മനസ്സിലേക്ക് ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു പോയിന്റ്, ജോബിയുടെ കല്യാണത്തിന്റെ അന്ന് ജോബി താലി കെട്ടാൻ കയ്യിലെടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സൂസൻ ഇപ്പൊ വേണമെങ്കിൽ പിന്മാറാം, സമയമുണ്ട്, അതിക്രമിച്ചിട്ടില്ല, ഇപ്പൊ വേണമെങ്കിൽ പിന്മാറാമെന്ന്. സൂസന്റെ ഒരു മറുപടി ഇങ്ങനെയായിരുന്നു, ജോബി ചേട്ടന് ഞാനല്ലെങ്കിൽ ആരെങ്കിലും ഒരു പങ്കാളി ആവശ്യമാണ്, അത് ദൈവം എന്നെയാണ് ദൈവം നിയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇതിന് ഞാൻ ഒരു തരത്തിൽ ഞാൻ പിന്മാറുന്നില്ല, 100% എൻ്റെ തൃപ്തിയോടുകൂടിയാണ് ഞാനിതിൽ
ഇത് തയ്യാറെടുത്തിരിക്കുന്നതെന്നൊരു സെൻറ്റൻസ് പറഞ്ഞു. എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ജോബിയും സൂസനയും പോലെ മെയ്ഡ് ഫോർ ഈച്ച് അതർ വേറെ ആരും തൽക്കാലം ഇല്ല എന്നുള്ളതാണ്. ജോബിയെ പറ്റി പറയുമ്പോൾ എനിക്ക് 1-2 കാര്യം കൂടി പറയാനുണ്ട്. യഥാർത്ഥത്തിൽ ജോബിയെ പറ്റി പറയുമ്പോൾ ജോബിയുടെ ഫാദറിനെ പറ്റി പറയണം. കാരണം അങ്കിളൊരു നല്ലൊരു പൊസിഷനിൽ ഇരുന്ന് ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. ഒരു സോഷ്യൽ വർക്കറൊക്കെ ആയിരുന്നു. ജോബി ചെറുപ്പകാലത്തിൽ സൂപ്പർ മടിയനും ഉഴപ്പിൽ PhD എടുത്തിട്ടുള്ള ആളാണ്. അത്രയും ഉഴപ്പുള്ള ഒരാളായിരുന്നു. ഭയങ്കര മടിയനായിരുന്നു. പക്ഷേ ഫാദറിൻ്റെ ആ ഒരു ഉത്സാഹം കൊണ്ട് മാത്രമാണ് ജോബി ശരിക്കും പറഞ്ഞാൽ സർവകലാശാല പ്രതിഭ പല വട്ടമായിട്ടുള്ളതും. ഇന്നിപ്പോൾ ഈ KSF-യുടെ ട്രിവാൻഡ്രം റീജിയൻ ഓഫീസിൽ സീനിയർ മാനേജറായിട്ടിരിക്കുകയാണ്. ആർക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ജോബി ഇരിക്കുന്നതും അതിൻ്റെ ഈ ഒരു കലാപരമായിട്ടുള്ള രീതിയിൽ ഈ നിലവിൽ വരെ എത്തിയതിൻ്റെയും ഒരു പ്രധാന ഒരു ബാക്ക്ഗ്രൗണ്ട് ജോബിയുടെ ഫാദറിൻ്റെ സൈഡിൽ നിന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ഇവിടെ ഓർക്കുകയാണ് എൻ്റെ എല്ലാ വിജയങ്ങൾക്കും എൻ്റെ നിഴല് പോലെ നിന്ന് എൻ്റെ പപ്പ എന്നെ ഓരോ കാര്യത്തിലും, പപ്പ മരിച്ചുപോയി, ഇപ്പം ജീവിച്ചിരിപ്പില്ല. നമ്മുടെ നാട്ടിൽ കുറേ പൊതുബോധങ്ങളുണ്ട്. നമ്മളൊരു കല്യാണത്തിന്റെ പ്രപ്പോസൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെണ്ണിനെ കഴിഞ്ഞും പൊക്കം കൂടുതലായിരിക്കണം ചെറുക്കന്, അതുപോലെ പെണ്ണിനെ കഴിഞ്ഞും പ്രായം കൂടുതലായിരിക്കണം ചെറുക്കന്. ഇത്തരത്തിലുള്ള കുറേ പൊതുബോധങ്ങളുടെ പുറത്താണ് നമ്മുടെ നാട്ടിലെ എല്ലാ കല്യാണവും നടക്കാറുള്ളത്, അല്ലേ? അപ്പൊ ചേച്ചിയുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ അത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നോ? എനിക്കുള്ള ഒരു ഓർമ്മയെന്ന് വെച്ചാൽ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ 1-2 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പുതിയ വേറെ കല്യാണം വരുമ്പോൾ നമ്മൾ പോകുമല്ലോ പുതുബോഡിയിൽ. അപ്പോൾ ഈ പുതുബോഡിയിൽ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്ന സമയത്ത് ഞാനൊന്ന് ഫ്രണ്ടിലോട്ട് വരികയായിരുന്നു കൈ കഴുകാനായിട്ട്. അപ്പോൾ ജോബി ചേട്ടാ എൻ്റെ ബാക്കിൽ നിന്ന് ആരോട് സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് അടുത്ത് പറയണം, മോനെ കയ്യിലെടുത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതാദ്യം എനിക്ക് കേട്ടപ്പോൾ പെട്ടെന്നൊരു വിഷമം വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനെന്തിനു വിഷമിക്കണം, ഞാൻ ഇഷ്ടപ്പെട്ട് കെട്ടിയ ആളല്ലേ, അപ്പൊ പിന്നെ എന്റെ അയാളൊരു കാര്യം മറന്നുപോയി. ഞങ്ങളൊരു സ്കിറ്റ് കളിക്കുമ്പോഴേ പറയാറുണ്ട്, ലുക്കിലല്ല മോനെ വർക്കിലാണ് കാര്യം. ജോബിയെ പറ്റി പറയുമ്പോൾ എനിക്ക് 1-2 കാര്യം കൂടി പറയാനുണ്ട്. രാവിലെ എണീറ്റ് ഒരു പ്രോഗ്രാമിനൊക്കെ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അല്ല കുറച്ച് വലുതായിട്ടും അതെ, പ്രോഗ്രാമിനൊക്കെ എവിടെയെങ്കിലും പോകാൻ ബുക്കിംഗ് ഒക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ ഉറങ്ങി എണീക്കാനൊക്കെ ഇച്ചിരി മടിയായിരുന്നു. അത് നിന്നൊക്കെ ജോബിയുടെ പപ്പയാണ് ജോബി രാവിലെ തല്ലിക്കുടഞ്ഞ് എണീപ്പിച്ച് റെഡിയാക്കി എല്ലാം ആ ഒരു ഗൗരവത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ സൂസൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തും ജോബിക്ക് കുറച്ച് ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം, പ്രത്യേകിച്ച് കുഞ്ചു ഉണ്ടായതിനു ശേഷം ജോബിയുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറിയിരുന്നു. പിന്നെയാണ് ജോബി കുറച്ചുകൂടി റെസ്പോൺസിബിൾ ഹസ്ബൻഡ് ആൻഡ് ഫാദർ ആയെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ സൂസനെ സംബന്ധിച്ച് പറയുവാണെങ്കിലും കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ ഉള്ള അടുപ്പമാണ്. സിംപ്ലിസിറ്റിയിൽ ഇത്രയും ഉള്ള ഒരാള് സൂസൻ. കാരണം ഞാൻ മനസ്സിലാക്കിയത് സൂസൻ വന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സൂസന് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു ഫാമിലിയിലേക്കാണ് സൂസൻ വന്നത്. ജോബിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. പക്ഷെ ആ രീതിയിലൊന്നും സൂസൻ ഈ ആഹൂതി ഒന്നും കാണിക്കാതെ ആ ഒരു എങ്ങനെ ജീവിച്ചിരുന്നു ആ രീതിയിൽ തന്നെ വളരെ ഈ ഒരു വേഷഭൂഷാദിയിലൊക്കെ സൂസനെ ഈ സ്റ്റേജിൽ കാണുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നിങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് ഇവിടെ വരാൻ പറ്റിയ റൈറ്റ് ആള് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ജോബിയുടെയും സൂസന്റെ എല്ലാ ഉയർച്ചയും നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനിയും അവരുടെ ഉയർച്ച കാണാനിരിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ വിശ്വാസവും അവർക്ക് കൊടുക്കും. ഈ പറഞ്ഞ പോലെ ചേച്ചിയുടെ അമ്മയും അധ്യാപികയും ഒരു മൂത്ത ചേച്ചി എല്ലാരും ഉണ്ട്, എല്ലാരും അടങ്ങിയിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്. അതുപോലെ ഞാൻ ഒരു പ്രത്യേക കാര്യം ഇവിടെ ശ്രദ്ധിച്ചത്, ആകപ്പാടെ ജോബി കൗണ്ടർ അടിക്കായിരുന്നത് കൊച്ചുമീനയുടെ മുമ്പിൽ മിണ്ടാതെ നിന്നെല്ലാം കേട്ടു. അപ്പൊ അതിന് കൊച്ചുമീനയ്ക്ക് ഒരു അഭിനന്ദനം പറയാനുണ്ട്. നമ്മൾ സത്യം പറഞ്ഞ ജോബി ചേട്ടനെ കുറിച്ച് അറിയാത്ത കുറെ കാര്യങ്ങൾ അറിഞ്ഞു. ഇപ്പൊ അതുപോലെ നമ്മളിപ്പോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ആയിട്ടൊക്കെ ആണെങ്കിലും എത്രത്തോളം ആ ഒരു ബോണ്ടിങ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെ, ചേച്ചീനെ അപ്പൊ നമുക്ക് ഫാമിലി എന്ന് തന്നെ പറയാം അല്ലെ. ശരിക്കും പറഞ്ഞ ഒരു ചേച്ചി നാത്തൂൻ പോലെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു ബോണ്ട് എന്നും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അപ്പൊ നമ്മൾ വിളിച്ചപ്പോഴേക്കും പെട്ടെന്ന് വന്നൂല്ലോ. അപ്പൊ ഒരുപാട് സന്തോഷം ബീന ചേച്ചി, നന്നായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷം, നന്ദി. സത്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു പൊരുത്തമൊന്നും ഇനിയിപ്പോ എവിടെയും പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് കിസ് ആൻഡ് സ്ലാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരാളുടെ ഇഷ്ടത്തെ കുറിച്ച് മറ്റേ ചോദിക്കുക, റൈറ്റ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അടി കൊടുക്കുക. ഇതാണ് നമ്മുടെ പരിപാടി. അത് നമുക്ക് ഇവിടെ ഒന്ന് പ്രയോഗിച്ചു നോക്കിയാലോ?
മടിയനാണെന്ന് മാത്രം പറയാം. അല്ല മടിയനാണെന്നൊന്നും പറയത്തില്ല. അല്ല ഉമ്മ കൊടുക്കാൻ മടിയുണ്ടോ? ഇല്ലില്ല. അപ്പൊ കുഴപ്പമില്ല. അടി കൊടുക്കാനുള്ള മടിയെ കുറിച്ച് നമ്മളൊരു ചോദിക്കുന്നില്ല. അതിന് മടിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ടെസ്റ്റിലേക്ക് പോവാം. അപ്പൊ ആരാ ചോദിക്കുന്നേ? ഞാൻ. ഓക്കെ നിത്യ, ആരോടാ ചോദ്യം? സൂസൻ ചേച്ചിയോട്. ഓക്കെ. ജോബി ചേട്ടൻ ഒരു വലിയ സൂപ്പർ ഹീറോ ആയിരുന്നു. ഓക്കെ, അതൊരു സൈഡിൽ നിന്നോട്ടെ. പക്ഷെ എന്നാലും ആളുടെ ഉള്ളില് ഒരു സൂപ്പർ ഹീറോ കാണത്തില്ലേ? അതാരാന്ന് സൂസൻ ചേച്ചി പറയോ? പുള്ളിയുടെ ഒരു ഫേവറേറ്റ് ഹീറോ. ജോബി ചേട്ടനോട് ആദ്യം ഞാൻ ആൻസർ ചോദിച്ചു വെക്കാം. ചേച്ചി പറയൂ, ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടർ? പ്രേം നസീർ. ആരെ? പ്രേം നസീർ. ഞാൻ പ്രേം നസീറിനെ പോലെ നിന്നോട് പെരുമാറും. പക്ഷെ പ്രേം നസീർ അല്ല ഫേവറേറ്റ് ആളല്ലേ? അതല്ല ആൻസർ എന്റെ അടുത്ത് പറഞ്ഞത്. തിലകൻ സാറാണ് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ എന്ന് പറഞ്ഞു. അപ്പം അതെന്തായാലും ചേച്ചി പറയാൻ പോകുന്നില്ല എന്നും പറഞ്ഞായിരുന്നു. ചേച്ചിക്ക് അറിയാത്ത കാര്യ? ഇല്ല, അതിനറിയോ, അതിനകത്തൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ജോബി പറഞ്ഞു തന്നെയാ. ബിഹേവിങ്ങിൽ ഒരു നസീർ സാറായിട്ടാണ് ജോബി. നസീർ ഷീല. അതെ അതെ അതെ, വണ്ടിപ്പെണ്ണാണ്. അതുകൊണ്ടാണ് മണ്ടിപ്പെണ്ണെ എന്ന് വിളിച്ചിട്ട് ചെറിയൊരു അടി കൊടുത്തോ? വണ്ടിപ്പെണ്ണെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജോബി, ജോബിയൊക്കെ ഭക്ഷണപ്രിയനല്ലേ? ഇപ്പോൾ ഒരുപാട് കറികൾ സൂസൻ വെച്ച് തന്നിട്ടുണ്ടാവും അല്ലേ? കറി കിട്ടുന്ന കറികളിൽ ഏറ്റവും ഇഷ്ടം, അതായത് നമുക്ക് എവിടെയെങ്കിലും പോയാൽ മിസ് ചെയ്യുന്നല്ലോ എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു കറി കൂട്ടാൻ എന്താണ്? സൂസൻ ചേച്ചി വെക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള കറി എന്താണെന്ന് ജോബി ചേട്ടൻ പറയണം. പക്ഷെ ഇതിപ്പോ ആരോടുള്ള ക്വസ്റ്റ്യനാ? അത് ഞാൻ നേരിട്ട് ചോദിച്ചാ പറഞ്ഞോട്ടെ. സൂസൻ ചേച്ചിയാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, അപ്പൊ ജോബി ചേട്ടൻ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. സൂസൻ ചേച്ചി അത് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യണം. ചേച്ചി വെക്കുന്നതിൽ ചേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യും എന്ന് പറയുന്ന കറി ഏതാണ്? അവിയൽ. അവിയൽ 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 അവിയൽ, റൈറ്റ് ആൻസർ. എന്തെങ്കിലും ഞങ്ങൾ വരുമ്പോ വെച്ചിട്ട് അവിയല്. അതെ, എന്തെങ്കിലും അവിയൽ വെച്ചോണ്ട് വരണേ. അതുപോലെ ഒരു ചോദ്യം കൂടെ. അല്ല, ഇവിടെ ഒരു ഉമ്മ റൈറ്റ് ആൻസർ പറഞ്ഞതിന് ആരാർക്കും കൊടുക്കണം? ആരാർക്കും കൊടുത്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങക്ക് വെറുതെ ഇത് വായി നോക്കണം, അത്രേ ഉള്ളൂ. ജോണി ചേട്ടാ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ മറന്നുപോയി. മുഴുകി. ഞാൻ ചോദിക്കാം. സൂസൻ ചേച്ചിയോടാണ് ചോദ്യം. ജോബി ചേട്ടൻ എം എ എടുത്തത് ഏത് സബ്ജക്റ്റിലായിരുന്നു? ജോബി ചേട്ടൻ പറയണ്ടേ? അല്ല, അതൊരു ഫാക്ട് ആണല്ലോ. അപ്പൊ ചേച്ചി പറഞ്ഞോളൂ, അത് ഏതിലാണ്? ജിയോഗ്രഫി. ജിയോഗ്രഫിയിലാണ് എം എ എടുത്താണല്ലേ? യെസ്. അല്ല, ഇവിടെ എന്ത് സമ്പന്നമാണ്. ജ്യോതിശാസ്ത്രം, ഭൂമിശാസ്ത്രം, അതെ, ശാസ്ത്രങ്ങളാണ്. ഓക്കെ, അപ്പൊ ഒരു ഉമ്മ, ചേച്ചി ഒരു ഉമ്മ കൊടുക്കുക ചേച്ചി. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കഥകൾ കേട്ടു, നിങ്ങളെ കുറച്ചും കൂടെ കൂടുതൽ അറിഞ്ഞു. പക്ഷെ ഇവളുടെ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. ചേച്ചിയുടെ കയ്യിലിരിപ്പിൽ രണ്ട് കാര്യം ജോബി ചേട്ടന് ഇഷ്ടമല്ല. ജോബി ചേട്ടാ ഇപ്പൊ ഇവിടെ പറയാൻ പറഞ്ഞു. ജോബി ചേട്ടാ പറഞ്ഞോ ജോബി ചേട്ടാ. അടുക്കും ചിട്ടയും. കാരണം ഞാൻ വലിയ കാര്യത്തിൽ ഓരോ കാര്യങ്ങൾ കൊണ്ടുവയ്ക്കും, ഇവള് സൂക്ഷിച്ചു കൊണ്ടുവയ്ക്കും. എനിക്ക് കാണാൻ പറ്റില്ല, ഷെൽഫിന്റെ മുകളിലായിരിക്കും വെക്കുന്നത്. പിന്നെ ഇവളുടെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറഞ്ഞാ കേൾക്കുവോ? അത് ജോബി ചേട്ടാ എപ്പോഴും പറയും, തേച്ചാൽ അറുന്ന പിറ്റാത്തി പറഞ്ഞാൽ കേൾക്കുന്ന ഭാര്യയും വീട്ടിൽ നല്ലതല്ലെന്ന്. പറഞ്ഞാലേ കേൾക്കൂ. അറിഞ്ഞു ചെയ്യാൻ വഴക്കൂടുമ്പോ പക്ഷെ ഉടനെ തന്നെ അവൾ ഇങ്ങോട്ട് മിണ്ടാൻ വരും. ഞാൻ തന്നെ പോയി വിട്ടു വേണ്ട, എനിക്ക് വിളങ്ങിയിരിക്കാനൊന്നും പറ്റില്ല. ലേഡീസ് മുഴുവൻ വിജയചേട്ടനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു, ഞങ്ങള് പറയും സൂസൻ ചേച്ചിയെ കണ്ടുപിടി. അല്ല, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ എനിക്ക് ചില സമയത്ത് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അറിയാതെ വലിയ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ അറിയാതെ അമ്മ എന്ന് വിളിച്ചു പോകും. അമ്മയാണെന്ന് തോന്നിപ്പോവും, ഭാര്യയാണെന്ന്. ചിലപ്പോ ഒരു മോളെ പോലെ പെരുമാറും. ഇതെല്ലാം നേരത്തെ പറഞ്ഞ ചിലപ്പോ കാമുകി പോലെ എല്ലാം കൂടി ചേർന്നതാണ് സൂസൻ. എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നി.
ബ്യൂട്ടിഫുൾ. ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ എപ്പോഴും അത് കൊണ്ടെത്തിക്കുന്നത്. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ അങ്ങനെയാണ്. എല്ലാം ആവാൻ കഴിയുന്ന അല്ലെ അങ്ങനെ ഒരാള് കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് ഈ മാരേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ അതാണ്. അപ്പൊ ഒരുപാട് സന്തോഷം ചോദിച്ചേട്ടാ. സൂസൻ ചേച്ചി ഈ സന്തോഷം എന്നും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മുടെ ഈ വേദിയിലേക്ക് വരുന്നു കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് സദ്ഗുണ സമ്പന്നരും നിഷ്കളങ്കരുമായ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ആൻഡ് മാധവി. നിങ്ങൾ പ്രണയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. കല്യാണം ഫിക്സ് ചെയ്തിട്ട് കുറച്ച് നാൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സംസാരിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഒരു റൈറ്റ് പേഴ്സൺ ആണെന്നുള്ളൊരു വൈബ് തോന്നിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അതായത് എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ആദ്യം അച്ഛൻ്റെ ഒക്കെ മരണത്തിന് മുന്നേ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും തോന്നിയിരുന്നില്ല. വീട്ടുകാര് മീൻസ് വീട്ടുകാർ ആലോചിച്ചു നടത്തുന്നു, അപ്പൊ ഇനി ഇങ്ങനെ തന്നെ നമ്മള് കല്യാണം കഴിക്കണം, അങ്ങനെ നമ്മൾ ഒരു പക്ക അറേഞ്ച് മാരേജ് ആണല്ലോ. പിന്നീടാണല്ലോ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് നമ്മൾ അത് അതിൽ സ്നേഹിക്കാൻ ശ്രമിക്കുക. പക്ഷെ അച്ഛൻ്റെ മരണം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ആയിരുന്നു സിറ്റുവേഷൻ ഫുൾ. നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണോ പിന്മാറണോ, ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ടൈമാണോ, എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു ആ ഒരു കുറച്ചു കാലം. ബട്ട് എനിക്ക് അപ്പോൾ ഒരു അച്ഛൻ്റെ പോലെ തന്നെ ഒരു ഫാദർലി ഫിഗർ എനിക്ക് തോന്നിയതും എനിക്ക് അത്രയും ഒരു അഫെക്ഷൻ തോന്നിയതും എനിക്ക് ഏട്ടൻ്റെ അടുത്ത് നിന്നാണ്. അതായത് ഞങ്ങൾ ആ സിറ്റുവേഷൻ ഞാനും പേഴ്സണലി കടന്നു വന്നത് ഏട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ സപ്പോർട്ടിനേക്കാളും കൂടുതൽ പുള്ളി ലൈഫിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ആ സിറ്റുവേഷൻസ് ഈസി ആയിട്ട് ഓവർകം ചെയ്തത്. അർജുൻ, നിങ്ങള് ഫസ്റ്റ് നിങ്ങളത് തീരുമാനിച്ചു കല്യാണം, അതിനുശേഷം നിങ്ങൾ പ്രേമിച്ചു, എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചു. അപ്പൊ നിങ്ങൾക്ക് ആ പ്രേമിക്കുന്ന സമയത്തും കല്യാണം കഴിച്ചപ്പോഴും എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു വ്യത്യാസമില്ല. അതെല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. ഹൗസ് ലൈഫ് ആഫ്റ്റർ മാരേജ് എന്നുള്ളത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് മെസ്സേജ്, പക്ഷെ എനിക്ക് ലൈഫ് ആഫ്റ്റർ മാരേജ് ഞാൻ പറഞ്ഞു കൂടെ ഒരാളുണ്ട്, അതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ച് അടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. എനിക്കറിയാം മമ്മിയും പപ്പയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ, ഏട്ടനാണെങ്കിൽ പോലും എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഏട്ടനൊന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാ മതി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ശരിക്കും അശ്വതി, ഈ മാധവി ഈ അർജുനെ കുറിച്ച് അർജുൻ ഇന്നസെന്റ് ആണെന്ന് പറയുമ്പോ സത്യസന്ധമായിട്ട് എനിക്ക് തോന്നുന്നു ഈ മാധവിയാണ് ഇന്നസെന്റ് കേട്ടോ. അല്ലല്ലേ, എന്ത് നിഷ്കളങ്കമായി മോളെ ഭയങ്കരമായിട്ട് കേട്ടോ. മോള് പറയുന്നത് മാത്രല്ല, മോളുടെ ആ മുഖഭാവം പോലും ഭയങ്കര ഒരു നിഷ്കളങ്കയായ കുട്ടികളാണ്. എനിക്ക് എല്ലാവരും പൊതുവെ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ആവാനും ഞാൻ അത് കൺവേ ചെയ്തെടുക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുറേ ലേറ്റ് ആണ്. അല്ല, ഞാനിവിടെ വേറെ ചിലരൊക്കെ മുഖത്ത് നോക്കിയപ്പോ നമ്മള് മനസ്സിൽ കണ്ട മാനത്ത് കണ്ട സാധനം കറക്റ്റായിട്ട് പറഞ്ഞല്ലേ ചോദിച്ചേട്ടാ. അപ്പൊ നമ്മള് പറഞ്ഞോണ്ടിരുന്നത് കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിലേക്ക് പോണതിന് മുമ്പ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു സമ്മാനം തരാൻ തീരുമാനിച്ചു. നമുക്ക് ഓരോ കാലത്ത് ഓരോ ട്രെൻഡാണ്. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ അച്ഛനമ്മമാരുടെ ഒക്കെ ഫോട്ടോ കണ്ടെങ്കിൽ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അവർ സ്റ്റുഡിയോയിൽ പോയി കല്യാണത്തിന്റെ സമയത്തെടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓരോ കാലത്തിനനുസരിച്ച് ഈ ട്രെൻഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഇടയിൽ വന്നിട്ടുള്ള ഒരു ട്രെൻഡാണ് ഇങ്ങനെ മോൾഡ് ഉണ്ടാക്കുക എന്നുള്ളത്. ഹാൻഡ് മോൾഡ് അല്ലെ, അങ്ങനെ ബേബീസിന്റെ ഒക്കെ കൈ, കപ്പിൾസിന്റെ കൈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നടക്കുക. അപ്പൊ നിങ്ങളുടെ ഈ ബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ രണ്ടുപേരും കൂടെ കൈ പിടിച്ചിട്ട് നമുക്കൊന്ന് മോൾഡ് ചെയ്താലോ? ഒന്ന് കൈ പിടിച്ചേ. സോ ഓക്കെ, ഇങ്ങനെയാണെങ്കിലാണ് ഒരു തരത്തിൽ വിട്ടുപോകാത്തത്. അപ്പൊ ഇങ്ങനെ നമുക്കൊന്ന് മോൾഡ് ചെയ്താലോ? അങ്ങനെ ഒരു മോൾഡ് ഉണ്ടാക്കി നമുക്ക് സൂക്ഷിക്കാം. ഇവരാണ് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ ഉള്ള ആളുകള്. താങ്ക് യു. അശ്വതി, ഹരിച്ചേട്ടനും വൈഫിനും കൊടുത്താലോ ഇതുപോലെ ഒരു ഗിഫ്റ്റ്? സത്യം പറയട്ടെ, ഞാൻ ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുന്നത് എനിക്കിത് എന്തുവാന്ന് പോലും മനസ്സിലായില്ല സത്യത്തിൽ. അല്ല, ഞാൻ ചോദിക്കുവായിരുന്നു ഒന്നുമില്ല, ഇത് അച്ചാർത്തേക്കണം അവരാ. ഞാൻ ചോദിച്ചതാ എങ്ങനെയുണ്ട് ഇതിപ്പോ നമ്മൾ കാലാകാലങ്ങളോളം വീട്ടിലിങ്ങനെ നിങ്ങളുടെ കൈ ഇങ്ങനെ യുണൈറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്.
വരാൻ പോകുന്ന ഒരുപാട് തലമുറകൾ ചിലപ്പോ ഇത് കാണുന്നിട്ട് കുറെ കാലം കഴിയുമ്പോ പിള്ളേർക്ക് ഇരുന്നു ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും പണ്ട് അവരുടെ കൈയാണ് ഇരിക്കുന്നതൊക്കെ. അല്ല വരാൻ പോകുന്ന തലമുറക്കെങ്കിലും ഇത് കാണാൻ പറ്റുമോ? എന്തായാലും പറ്റും. പുള്ളി ഉദ്ദേശിച്ച നാളത്തേക്കെങ്കിലും ഈ സാധനം റെഡി ആവുമെന്നാ ഉദ്ദേശിച്ചത്. നിഷ്കളങ്കത കൂടിയിട്ടേ ഒന്നുമില്ല. അപ്പൊ ഇത് ഫൈനൽ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ വീൽ ഓഫ് ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. നമ്മൾ ലൈഫ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ. നമ്മൾ കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇനി തൊട്ട് അങ്ങോട്ടേക്ക് എല്ലാം ഷെയർ ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഒരുമിച്ച് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു റെപ്ലിക്ക പോലെ ഇവിടെ ഒരു വീൽ ഓഫ് ഷെയറിംഗ് വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അവരുടെ ഹാൻഡ് മോൾഡിങ് നമ്മൾ ചെയ്തു. ഇനി അത് സെറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഈ വീൽ ഓഫ് ഷെയറിംഗ് ഇന്ന് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഇതൊക്കെ കഴിക്കണ്ടേ നമുക്ക്? വരൂ കുട്ടി. ഇതെങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടോ 3 പ്രാവശ്യം? നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നോക്കട്ടെ. ആ പാവയ്ക്ക് അങ്ങ് തീർത്തേക്ക്, നമുക്ക് വേണ്ട. എനിക്ക് ലഡു ജിലേബി ആപ്പിളോ കിട്ടിയാൽ മതിയായിരുന്നു. അതെ നിങ്ങൾ ബേക്കറിയിൽ വന്നേക്കണല്ല, എനിക്ക് ലഡു മതി എന്ന് പറയാം. അത് കറക്റ്റ്. ചേട്ടന്റെ ലഡു ജാതി കറക്കേ. ഈ ലഡുവിലേക്കുള്ള പ്രയാണമാണ് ഈ കാണാൻ പോണത് കേട്ടോ നിങ്ങള്. നെല്ലിക്കാണ് കൊഴപ്പില്ല. നീ അനുസരണയുള്ളവനാണ്, ഞാൻ തീർന്നു. മാധുവിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന ഒരാളാണ് മാധുവിന്റെ ഏട്ടൻ. അപ്പൊ ആ പാവയ്ക്കായി അദ്ദേഹത്തിന്റെ വായിലേക്ക് വെച്ചു. ഷെയർ ചെയ്യണോ ചേട്ടാ? എന്താ അർജുന ലഡു ഒക്കെ ഇങ്ങനെ പച്ച കളറിൽ ക്യാമറ ക്ലോസ് വെക്കണേ. കൊടുത്തു രണ്ടുപേരും കഴിച്ചു. നല്ല വിഷമമുണ്ടല്ലോ ഭർത്താവ്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ല. നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഞാൻ എന്റെ അനുഭവത്തിന്റെ കഴിഞ്ഞില്ല. പാവയ്ക്ക മുഴുവൻ കഴിച്ചില്ല. മുഴുവൻ എന്നില്ലല്ലോ. അല്ല ഇനിയും കണ്ടസ്റ്റൻസ് വരാനുള്ള കാരണം ഇഷ്ടം പോലെ പാവയ്ക്ക ഉണ്ട് ഇവിടെ. അല്ല ഒരു പാവയ്ക്ക ഷെയർ ചെയ്തിരിക്കണം. ഒരു പാവയ്ക്ക ഷെയറിംഗ് അല്ലല്ലോ പറഞ്ഞ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഏതാണ്ടല്ലേ കഴിച്ചോ. ഞാനൊരു ജിലേബി മുഴുവൻ കഴിച്ചാ. നിങ്ങൾ ഇതിന്റെ കുരു ഒക്കെ കൂട്ടിയാണോ കഴിക്കണത്? അതെങ്കിലൊക്കെ കളയായിരുന്നല്ലേ? എന്തോ മാധുവിന്റെ മുഖം കണ്ടിട്ട് അനുഭവത്തിന്റെ വെളിച്ചം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അല്ല പാവക്കരിയുമ്പോൾ ഒരു ജിലേബിയുടെ ഷേപ്പ് ഉണ്ടല്ലോ, അതായിട്ടൊന്നും വെച്ചാട്ടിക്കുന്നത്. പക്ഷെ ഞാൻ പറയാണ്, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഇത് കിട്ടണം. അത്ര ടേസ്റ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് കിട്ടണം. ഇവരെ കൊണ്ട് ഒന്നുകൂടെ കറക്കിക്കാം അല്ലേ? അവരെ കൊണ്ട് മാത്രമേ കറക്കിപ്പിക്കൂ. എന്റെ മോൻ പൊളി പൊളി പൊളി. പോവല്ലേ? ജിലേബി ജിലേബി. അതാണ് ഒരു സങ്കടത്തിന് ഒരു സന്തോഷമുണ്ട്. ബാലൻസ് ചെയ്ത് ഇറക്കമുണ്ട്. അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറയരുത്. കായ്പയ്ക്ക് കായ്പാണെങ്കിലും അതിന്റെ ഗുണങ്ങൾ കുറയാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫും അതുപോലെ തന്നെ ആയിരിക്കും. ആദ്യം കുറച്ച് കഴിച്ചാലും പിന്നെ അവസാനം ആകുമ്പത്തേക്കും മധുരിക്കുമായിരിക്കും. അങ്ങനെ വീൽ ഓഫ് ഷെയറിംഗിൽ ഇവർക്ക് കിട്ടിയത് എന്താണെന്നോ അവരത് എങ്ങനെ ഷെയർ ചെയ്തു എന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇവർ ഹാൻഡ് മോൾഡിങ് ചെയ്തിട്ട് ആ മോൾഡ് വരുമ്പോ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഒന്ന് ലൈവായിട്ട് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. റെഡിയായോ? അതിനു മുമ്പ് എനിക്ക് കേരള ഫയർഫോഴ്സിനോടും പിന്നെ CTVയോടും ഒരു നന്ദി പറയാനുണ്ട്. കാരണം ഞങ്ങൾ ആഗ്രഹിച്ച കുഞ്ഞ് ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടില്ലെങ്കിലും കാണുമ്പോൾ വേണം ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച 2 സാധനങ്ങളാണ്. ഒന്ന് പെയിന്റിങ്, ഒന്ന് ഇതും. രണ്ടും കറക്റ്റ് ആയിട്ട് CTV ഞങ്ങൾക്ക് സമ്മാനിച്ചതിൽ താങ്ക് യു സോ മച്ച് CTV. ആ ഒരു യൂണിറ്റി നമ്മൾ ആ കൈകളിൽ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മനോഹരമായ ഒരു മൗൾഡ് ആയിട്ടുള്ളത് കാണണ്ടേ?
കാണണ്ടേ സ്വാമി തേങ്ങ ഉടക്കി സ്വാമി. ഇതിപ്പോ എന്താ സംഭവം എനിക്ക് മറ്റേ മാൻഡ്രേക്കിനെ കയ്യിൽ വെച്ചിരിക്കുന്ന പോലെ ഞാൻ വെച്ചോണ്ടിരിക്കാം. പതുക്കെ ഒന്ന് unveil ചെയ്തു. നീ എന്താ ഒളിച്ചു നോക്കാൻ? ശ്ശോ, ഒന്ന് പെട്ടെന്ന് കാണിച്ചേ. Open, open. Wow. Yes, here it is. ഇതിലിപ്പോ ഏതാ ഏട്ടന്റെ കൈ ഏതാ എന്റെ കൈ എന്നാണ്. അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ടിരുന്ന് നോക്കിക്കോളൂ. അപ്പോ ദിസ് വാസ് നമ്മൾ ഇവർക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന മറ്റൊരു കുഞ്ഞു സമ്മാനമാണ്. ബിക്കോസ് ഇവർ ആദ്യം കുഞ്ഞതല്ല, വലിയ സമ്മാനം കേട്ടോ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പോ ജീവിതം ഇനി അങ്ങോട്ട് ഇതുപോലെ പിടിവിടാതെ ഒരുമിച്ചുണ്ടായിരിക്കട്ടെ സന്തോഷത്തോടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഈ അഗ്നി പരീക്ഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ഈ സെറ്റിലെ ന്യൂലി മാരീഡ് കപ്പിൾസ് ദർശന ആൻഡ് അനൂപ്. അപ്പോ ഇവരെ നമുക്കിപ്പം അത്യാവശ്യം നല്ലോണം അറിയാം. അവര് ഒരു പ്രണയത്തിന്റെ ശേഷം വിപ്ലവകരമായി കല്യാണം കഴിച്ച രണ്ടാൾക്കാരാണ്. ഇവരുടെ കല്യാണം നമ്മളായിട്ടും കൂടെ നടത്തി കൊടുത്താണ് അല്ലെ, നമുക്കും കൂടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇനിയത്തെ അവരുടെ ലൈഫിലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പ്രണയിച്ചു തുടങ്ങിയ സമയത്ത് ഇപ്പൊ അനൂപിനാണ് ആദ്യം ഒരു സ്പാർക്ക് തോന്നിയത് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടം തോന്നാനുണ്ടായ ഒരു ഫാക്ടർ? പുള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, പുള്ളി എന്തൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും പുള്ളിനെ ഏൽപ്പിച്ച ഒരു വർക്ക് ചെയ്യുകയാണെങ്കിലും പുള്ളി അതിന്റെ 99% എന്തായാലും അതിനകത്ത് കൊടുക്കും. ഡെഡിക്കേഷൻ, ഭയങ്കര ഡെഡിക്കേഷൻ ആണ് എല്ലാ കാര്യത്തിലും. അതിപ്പോ പുള്ളിയോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പുള്ളി നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. പുള്ളിക്ക് നോ പറയാൻ ഭയങ്കര മടിയാണ്. മാക്സിമം എഫേർട്ട് എടുത്ത് അത് ചെയ്ത് കൊടുക്കാൻ പുള്ളി നോക്കാറുണ്ട്. അപ്പൊ ഞാൻ അവിടെ ആണെങ്കിലും പുള്ളി അത് ഭയങ്കരമായിട്ട് മരിച്ച് പണിയെടുക്കണമൊക്കെ കണ്ടിട്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് സംസാരിക്കുമ്പോൾ. ഇപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ആ ഒരു ആത്മാർത്ഥത കാണിക്കുന്നത്. അത് ലൈഫിലുണ്ടോ എന്ന് ചോദിച്ചാലും അറിയത്തില്ല. പുള്ളി ഭയങ്കരമായിട്ട് പാരന്റ്സിനെ കെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് കണ്ടിട്ട് തോന്നിയേക്കണം അവരെയും കൂടെ അനൂപ് തന്നെയാണ് നോക്കുന്നത്. അപ്പൊ സാധാരണ പ്രായമാകുമ്പോ നമുക്ക് അവര് ഒരു ബാധ്യതയായിട്ടാണ് തോന്നാറുള്ളത്. പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞേക്കുന്ന ഒരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ചാല് അവര് നമ്മുടെ കൂടെ ഇരിക്കട്ടെ, അവര് വേണം നമ്മുടെ കൂടെ. ഒരു പ്രായമായി, അതുപോലെ നമ്മൾ എന്തെങ്കിലും ദേഷ്യപ്പെടാനോ അങ്ങനെ എന്തെങ്കിലും തോന്നിയാലും പുള്ളി ഒരിക്കലും അതിന് സമ്മതിക്കില്ല. ഒരു പ്രായത്തിന്റെ പുറത്ത് ഒരിക്കലും അവരെ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇത്രയും 3 വർഷമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അവരെ പുള്ളി അതുപോലെ കൊണ്ട് നടക്കുന്നത്. അനൂപിന് ഇതുപോലെ എന്താണ് ദർശന എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് ജീവിതത്തിലേക്ക് കൂട്ടാം എന്ന് തോന്നിയ ഒരു സ്പാർക്ക് ഉണ്ടായത് എന്തിലാ? അപ്പം നമ്മൾ ഈ ആർട്ടിസ്റ്റിന്റെ ലൈഫ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര എന്താ പറയണേ, റിച്ച് ഒരു സെറ്റപ്പ് ആയിരിക്കുമല്ലോ. ഞാൻ അല്ല അങ്ങനല്ല, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ നിർബന്ധം കാണും. ചിലപ്പോൾ ഡ്രസ്സിന്റെ കാര്യത്തിലായിരിക്കും, ചിലപ്പോൾ യാത്രയുടെ കാര്യം, ചിലപ്പോൾ ഫുഡിന്റെ കാര്യത്തിലായിരിക്കും. അപ്പൊ ആളുടെ അമ്മയും ഞാനും തമ്മിൽ നല്ല കമ്പനിയായിരുന്നു കല്യാണത്തിന് മുമ്പ്. ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പൊ ഒന്നിനും അങ്ങനെ ഒന്നിനും വലിയ ഇഷ്ടങ്ങളൊന്നുമില്ല, നിർബന്ധമില്ല. ഫുഡിന്റെ കാര്യത്തിൽ അത് കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ അത് കേട്ടോ. ഫുഡിന്റെ കാര്യത്തിൽ ഇന്ന ഫുഡ് വേണം, നോൺ വെജ് വേണം, അങ്ങനെയില്ല. ഇല്ല, അത് വീട്ടിലാണെങ്കിലും അങ്ങനെയൊന്നുമില്ല. എന്ത് കൊടുക്കുന്നു അത് കഴിക്കും. അതിന്റെ ഉദാഹരണം പറഞ്ഞാല് ഇവരുടെ വീട്ടില് 365 ദിവസം ഒന്നെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ. പിന്നെ ഷൂട്ടിന് വേണ്ടിയുള്ള പർച്ചേസിങ് അല്ലാതെ ആൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു പർച്ചേസിങ് കാര്യങ്ങളൊന്നുമില്ല. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഞാൻ അങ്ങനെ വലിയ കാശ് കൊടുത്തിട്ടില്ല, എല്ലാ ആള് തന്നെ ചെയ്യുന്നത്. അങ്ങനെ ഒരാള് ലൈഫിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യവും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെ ഫാന്റസികളുടെ പിന്നാലെ പോവാതെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി, അതാണ് ഉദ്ദേശിച്ചത്. അതെ. പിന്നെ എന്റെ വീട് എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു ഡിഫറൻസ് ആണ്, എല്ലാ കാര്യത്തിലും ഭയങ്കര ഡിഫറൻസ് ആണ് വീട്. അമ്മയൊക്കെ കൺവേർട്ടഡ് ആണ്, ഹിന്ദുന്നൊക്കെ കൺവേർട്ടഡ് ആണ്. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ആള് വന്ന് അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എൻവയോൺമെന്റ് സിറ്റുവേഷൻ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വിജയ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വിജയ്ക്ക് കല്യാണം കഴിക്കുമ്പോൾ അറിയാലോ ഒരു ആർട്ടിസ്റ്റ് അല്ല അനൂപ്. ഒരു മിനിറ്റ്, ശങ്കരാടി എന്ന് പറഞ്ഞിരുന്നില്ല വിശ്വസിച്ചായിരുന്നു. എന്താണെന്നറിയോ, എന്നിട്ട് ഞാൻ ചോദിക്കും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. അനൂപ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അനൂപ് കല്യാണം കഴിച്ചത് ഒരു ആർട്ടിസ്റ്റിനെ അല്ലേ? അപ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഐ മീൻ വേണ്ടായിരുന്നു എന്ന്? അല്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 3 വർഷം, കല്യാണം കഴിഞ്ഞ് 1 year ആയപ്പോൾ
ഞങ്ങൾ ലൈഫ് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് അറിഞ്ഞല്ലോ, പെട്ടെന്ന് പ്ലാൻ ചെയ്തു, വരുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, എന്നാ പോകാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറയണു, അവളെ വീട്ടിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ നീ ബന്ധുക്കാരെയും നിന്റെ കൂട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വിളിച്ച് 10 പേരെ അറിയുക, ഒരു റിസപ്ഷൻ നടത്തിയിട്ട് അവളെ വീട്ടിൽ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അധികം ദിവസമൊന്നുമില്ല, ഒരാഴ്ച കൊണ്ട് എൻ്റെ കൂട്ടുകാരാണ് എല്ലാം ചെയ്തത്. ആ സമയത്ത് ഞങ്ങൾ ലൈഫ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ഒന്നുമില്ല, ഒരു 1740 രൂപ ഉണ്ട് ബാങ്കിൽ. അപ്പോൾ ഒരു ജംബോ ലോൺ, ഒരു 2 lakhിന്റെ ഒരു ജംബോ ലോൺ ക്രെഡിറ്റ് കാർഡ് വഴി എടുക്കണം. ബാക്കി സുഹൃത്തുക്കൾ, വല്യമാമൻ, മാമൻ ഒക്കെ തന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ലൈഫ് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ സീറോയിൽ നിന്നാണ്. ഇന്ന് ഞങ്ങൾക്ക് എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങൾ ഒരുപാട് നല്ല രീതിയിലാണ് ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ അതിനകത്ത് അത് അവൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. നിങ്ങൾ പാലക്കാടല്ലേ ദർശന? പാലക്കാട് പറഞ്ഞല്ലോ, കുറച്ച് കഴിയുമ്പോൾ ദർശനയുടെ ഫാദർ വീട്ടിൽ ഫംഗ്ഷനൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ആങ്ങളയോട് പറയും, ഏയ് മുതലേ മാപ്പിളെ കൂപ്പിടാ. അങ്ങനെ വരും. ശരി, പെൺകുട്ടിയുടെ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡിനോട് പറയും, ഏയ് മുതലേ മാപ്പിളെ കൂപ്പിടാ. ഒരു പഞ്ച് ഡയലോഗ് അടിക്കുമ്പോ അതിനിടയ്ക്ക് ഞാൻ പറയാം, ഒരുപാട് നന്മയുണ്ട് കുഞ്ഞ്. അത് ഭയങ്കരമായിട്ട് നമുക്ക് പോസിറ്റീവാണ്. നിങ്ങൾ ഈ ചെറിയ കാര്യങ്ങൾ, നിങ്ങളുടെ നന്മ ഏറ്റവും നല്ലതായിട്ട് കണ്ടത്, സാധാരണ ചിലപ്പോൾ ചിലർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നാം. ഈ വയസ്സായ അപ്പനെ അമ്മയൊക്കെ നോക്കി ചുമ്മാ വീടും അങ്ങനെ ചിന്തിക്കുക. അതല്ല ചിന്തിച്ചത് അവരെ നോക്കുന്നു, അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നു, ബഹുമാനം തോന്നി. അതാണ് നമ്മളെ ബഹുമാനിക്കാൻ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർക്ക് തോന്നുക എന്നുള്ളത് തന്നെയാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ സക്സസ്. ആ ഒരു നന്മ നിങ്ങൾക്ക് കൂടുതലാണ്. നല്ല ഗംഭീരമാകും കാര്യങ്ങൾ. കുറിച്ച് വെച്ചോ, ഒരു കൊല്ലം കഴിയുമ്പോൾ എന്നെ കാണും. അപ്പൊ നമുക്ക് ശരിക്കും കാര്യത്തിലേക്ക് കടന്നാലോ? അപ്പൊ നമുക്ക് ഒരു കുഞ്ഞൊരു ഗെയിമാണ് കേട്ടോ. കിസ് ആൻഡ് സ്ലാപ്പ് എന്നാണ് ഇതിന്റെ പേര്. ഉമ്മ കൊടുക്കാം അല്ലെങ്കിൽ ഒരു അടി കൊടുക്കാം. ശരി, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നിത്യയുടെ വക. അനൂപിന് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അയ്യോ, അത് വല്ലാത്തൊരു ചോദ്യം പോയല്ലോ. അങ്ങനെ പറയാൻ പറ്റാത്തൊരു ആൻസർ ആണത്. പറയാൻ പറ്റുമോ? അറിയില്ല, ഇനി എനിക്ക് ഉമ്മയൊന്നും തരണ്ട. എനിക്ക് തോന്നിയത് അമ്മയാണെന്നാ. അമ്മയാണ് കൂടുതൽ ഇഷ്ടം. അനൂപ്, ഉമ്മയാണോ അടിയാണോ കൊടുക്കുക? ഇപ്പൊ ഉമ്മ കൊടുക്കാം. ഉമ്മ കൊടുത്തപ്പോ എന്നാലും ആണല്ലേ മനസ്സിനകത്ത്. ഓക്കെ, ജോണി ചേട്ടാ, നമ്മളിപ്പോ പറഞ്ഞ രണ്ടുപേർക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉണ്ടല്ലോ. ദർശനയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ? ദർശനയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 30 മാർച്ച് 1996. നമ്മള് ഇന്ന് ഇവിടെ ഇന്ന് ഉമ്മ മഴ പെയ്യോന്ന് എനിക്ക് തോന്നുന്നത്. അറിയാൻ പറ്റൂല. എനിക്ക് അടുത്തത് നിത്യ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ പക്ഷെ ആദ്യം എന്റെ ചെവിയിൽ പറഞ്ഞു തരണം കേട്ടോ. അനൂപ് പോയി പറഞ്ഞു കൊടുക്കണേ. ക്വസ്റ്റ്യൻ ഇതാണ്, അനൂപിന്റെ ഫേവറേറ്റ് ഹീറോയിൻ, നായിക. അനൂപിന് ഏറ്റവും ഇഷ്ടമുള്ള നായിക ആരാണ്? അങ്ങോട്ട് പോയി പറയണം. ഓക്കെ ഓക്കെ, അപ്പം അനൂപ് എന്റെ അടുത്ത് ഓൾറെഡി ആൻസർ പറഞ്ഞിട്ടുണ്ട്. ദർശൻ അത് പറയും എന്നാണ് എന്റെ വിശ്വാസം. പറഞ്ഞേക്കാം അല്ലേ? പുള്ളിയുടെ ഫേവറേറ്റ് ഹീറോയിൻ നിഖില വിമലാണ്. ദർശനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാ. ദർശന എന്നാണോ പറഞ്ഞേ? പെട്ടെന്ന് മാറ്റി. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ആൻസർ അറിയോ? നയൻതാര. ഇത് മനഃപൂർവ്വം. കൊടുത്തോ അതെന്താന്ന് വെച്ചാലേ, എനിക്ക് നീലവിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ ചൊറിയാൻ വേണ്ടി ഇടയ്ക്ക് എന്ത് ചെയ്യും, നീലവിന്റെ പേര് പറയാറുണ്ട്. അപ്പൊ നീലവിന്റെ സിനിമ കാണുമ്പോ ഭയങ്കര ഇവിടെ വെച്ച് വന്നു പറയാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞ ദർശനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ദർശനെ കൊണ്ട് ചെവി പറയിക്കേ. ഓ, പറയട്ടെ. ബിരിയാണി. അതെ, അതെനിക്ക് എളുപ്പമാണ്. 3 വർഷമായിട്ട് ഞാൻ ഏതൊക്കെ ഹോട്ടലിൽ പോയിട്ടുണ്ടോ ആ മെനു എല്ലാം കൊടുത്താലും ബിരിയാണി. ഞാൻ എല്ലാ മെനുവും മാറി മാറി കഴിക്കും. ഇവിടെ ബിരിയാണി മാത്രമേ കഴിക്കൂ. പാഴ്സൽ വേണമെന്ന് ഇപ്പൊ ഡെലിവറി സമയത്ത് പാഴ്സൽ ഏതാ വേണ്ടേ? ബിരിയാണി. നമ്മൾ ഈ ഷോ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എൻ്റെ നിത്യയുടെയും നമ്മളൊന്നിച്ച് ഞങ്ങളുടെ ഇതായിട്ട്
നമുക്ക് നല്ല മട്ടൻ ബിരിയാണി ഞാൻ സ്പോൺസർ ചെയ്തു കേട്ടോ. എനിക്ക് വിഷയം പ്ലീസ്. അപ്പൊ 3 കിസ്സും ഒരടിയും അതായിരുന്നു ഇന്നത്തെ നമ്മുടെ കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിന്റെ റിസൾട്ട്. പക്ഷെ ഇത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ വീൽ ഓഫ് ഷെയറിംഗ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മള് ഷെയർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. അപ്പൊ ഇവിടെ നമ്മള് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ വീലിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടെ വീല് കറക്കുക. അതിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജീവിതത്തിന്റെ കയ്പായാലും മധുരമായാലും രണ്ടുപേരും കൂടെ സ്നേഹമായിട്ട് ഷെയർ ചെയ്യാം. ആഹാ, എത്ര മനോഹരമായ ആചാരം. നമ്മൾ തുടങ്ങിയോ? അല്ല, രണ്ടുപേരും കൂടെ എടുത്തൊരു തീരുമാനമാണല്ലോ ഇത്. അപ്പൊ ഇതും രണ്ടുപേരും വരുന്നതൊക്കെ രണ്ടുപേരും കൂടെ അനുഭവിക്കണം. ഇനി വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് കറക്കാൻ പറഞ്ഞ ഇമാതിരി കറക്കരുത്. ചെറുതായിട്ട്, വളരെ മൈൽഡായി. തിരിച്ചൊക്കെ കറങ്ങൂടെ ഇത്? ഇല്ല. ഓ, തണ്ണിമത്തൻ വാട്ടർമെലൺ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വാട്ടർമെലൺ കട്ട് ചെയ്തെടുക്കാം. ഒരു മൊത്തത്തിലൊരു വാട്ടർമെലൺ ഉണ്ട്. കട്ട് ചെയ്ത് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. ജിലേബി പിടിച്ചാൽ കേട്ടോ. ഇനി ഞാൻ കറക്കാട്ടോ. ജിലേബി വെച്ചു. ജിലേബി മാത്രം ഭയങ്കര സ്പീഡായി പോയാലോടി. പ്ലാൻ ചെയ്ത് കറക്കാനൊക്കെ തുടങ്ങിയേട്ടാ. പോയി കഴിച്ചോ. ഞങ്ങൾ ഈ തണ്ണിമത്തം മുഴുവൻ കഴിക്കും. ഇന്ന് മിക്കവാറും മൊത്തം കഴിക്കേണ്ടി വരും. ലാസ്റ്റ് ഒരു ചാൻസും കൂടി ഉണ്ട്. ഈ ചാൻസിൽ തണ്ണിമത്തനാ കിട്ടുന്നെങ്കിൽ നിങ്ങൾ ആ തണ്ണിമത്തം കൊണ്ടുപോയിക്കോ. തണ്ണിമത്തം തന്നെയാണെങ്കിൽ ആ മിക്സിൽ കംപ്ലൈന്റ് ഉണ്ട്. കാരണം ഞാൻ അറിഞ്ഞു തണ്ണിമത്തന് 40 രൂപയുള്ളതെന്ന് പറഞ്ഞു കിലോ. കോസ്റ്റ് കുറയ്ക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെയല്ല, അവരുടെ ജീവിതം അത്രയും മധുരമാണെന്നുള്ളതാണ്. 2 പ്രാവശ്യം അതല്ലേ കിട്ടിയത്. ഇനി ഒരു പ്രാവശ്യം കൂടെ കിട്ടണം. ബി പോസിറ്റീവ്. പക്ഷെ അത് വെറും വെള്ളം ഉണ്ടോ തണ്ണിമത്തൻ? ചുമ്മാ വീൽ ഓഫ് ഷെയറിംഗിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി ഉണ്ട്. വീൽ ഓഫ് ഷെയറിംഗിന് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നു. ജിലേബി എടുത്തു. പറഞ്ഞ കേൾക്കുന്ന ഭാര്യയാണ്. അതെ. പകുതി പച്ചമുളകും ജിലേബിയിലാ നിക്കണേ. ഇത് അനൂപിന് വന്നപ്പോഴേ ജിലേബിയിൽ ഒരു നോട്ടം ഉണ്ടായിരുന്നു. ഇത് നേരത്തെ പറഞ്ഞ പോലെ ദൃഷ്ടിയിൽ പിടിച്ചു നിർത്തിയാണോ സംശയം ഉണ്ട്. എന്തായാലും ജിലേബി എടുത്തോ. ഓക്കെ. മനോഹരമായ ആചാരം, നല്ല മനോഹരമായ ആചാരം. നിങ്ങൾക്ക് നല്ലത് മാത്രമാണ് കിട്ടിയത്. അപ്പൊ ലൈഫിലും അത് അങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു സോ മച്ച്. ഞാനും എന്റെ ആളുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന റൗണ്ട് ആയിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മുടെ ഓരോ കപ്പിൾസും വന്നിട്ട് അവരുടേതായിട്ടുള്ള തരത്തിലുള്ള കഥകളും അവരുടെ കുറെ നല്ല മൊമെന്റ്സും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളവരുടെ വിശേഷങ്ങൾ അറിയണ്ടേ? അത് നമുക്ക് നാളെ അറിയാം. ബൈ ഫ്രം